ഹലോ, വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി. ഇന്ന് കുഞ്ഞൂസിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്തായാലും ഞങ്ങളെല്ലാവരും ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് അവക്കാഡോ എന്ന് പറയും. അവക്കാഡോന്നോ ഞങ്ങളാണ് എന്തായാലും ഇപ്പോൾ അവക്കാഡോ എന്നാണ് പറയുന്നത്. കുഞ്ഞുട്ടൻ അത് ബോളായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇത് ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു. എങ്കിൽ പിന്നെ ജ്യൂസ് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ പഴുത്തതായിരുന്നു, പിന്നെ കുറച്ച് വലുതായിരുന്നു. നമ്മൾ സാധാരണ ടി വിയിൽ കാണുന്ന പോലെയുള്ള ഒരു വലിയ ചെറിയ തരത്തിലുള്ള ഒരു അവക്കാഡോ അല്ലായിരുന്നു ഇത്. കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും തന്നെ ശരിക്കും ഒരു വലിയൊരു കുരുവായിരുന്നു. ഒരു വലിയ സീഡുണ്ടായിരുന്നു അതിനകത്ത്. അത് കണ്ടപ്പോൾ തന്നെ അമ്മ ആദ്യമേ തന്നെ അതെടുത്ത് അതെനിക്ക് പിന്നെ കുഴിച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുരുവും കൊണ്ട് അമ്മ പോയി. പിന്നെ ഇനി അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണേ. പക്ഷെ അത് കണ്ടിട്ട് കുറച്ചധികം പഴുത്തതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നന്നായിട്ട് പഴുത്തിട്ട് നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മൊത്തം ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനത് രണ്ടും നല്ലപോലെ സ്കൂപ്പ് ചെയ്തെടുത്ത് അപ്പോൾ അത് ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ പോവാം. എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് പച്ചയ്ക്ക് കഴിച്ച് നോക്കി, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പിന്നെ ഒരെണ്ണം ജ്യൂസ് അടിച്ചേക്കാമെന്ന് വിചാരിച്ച്. രണ്ടും നല്ലപോലെ തന്നെ സ്കൂപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് ബദാം പരിപ്പ് ഇടുന്നുണ്ട്, ഒരു 5-6 ബദാം പരിപ്പ്. പക്ഷേ അതിൻ്റെ അവക്കാഡോ ഞങ്ങൾ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബദാം പരിപ്പ് ഇതിലേക്ക് ഇട്ടത് അതിൻ്റെ തൊലി ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിനി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബദാം പരിപ്പിൻ്റെ തൊലി കളയണം കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബദാം പരിപ്പ് ഞങ്ങൾ തൊലി കളഞ്ഞില്ല. നിങ്ങളത് ചെയ്യുമ്പോൾ എന്തായാലും തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച ഒരു കവർ പാല് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തു. അത് നന്നായിട്ട് ഉടച്ചിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചു. പിന്നെ അത് ഞങ്ങൾ ജ്യൂസ് അടിച്ചു. ഒരു 3 മിനിറ്റ് കൂടുതൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജ്യൂസാക്കി എടുക്കുക. 2 നല്ല ഗ്ലാസ്സിലേക്ക്, കടയിൽ ഞങ്ങൾ സർബത്ത് എടുക്കുന്ന ഗ്ലാസ്സാണ് കേട്ടോ, അതിലേക്ക് ഒഴിച്ച് നല്ല ഒരുപാട് ലൂസല്ല, എന്നാൽ നല്ല കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ബദാം പരിപ്പ് ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അന്നേരവും ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് തൊലി കളഞ്ഞില്ല. വേണമെന്നുണ്ടെങ്കിൽ തൊലി അത് മാറ്റിയിട്ടെടുക്കാം. പിന്നെ കുറച്ച് തേൻ അതിൻ്റെ മീതെ ഒഴിക്കുന്നുണ്ട്. ശരിക്കും നല്ല തണുപ്പുണ്ട്, കാരണം ഫ്രീസ് ചെയ്ത മിൽക്ക് യൂസ് ചെയ്തതിൻ്റെ പേരില്ലേ. അപ്പോൾ കുഞ്ഞുട്ടനും കുടിക്കാൻ റെഡി ആയിരിക്കുകയായിരുന്നു. കുഞ്ഞുട്ടൻ കുടിച്ച് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യമായിട്ടാണല്ലോ അവക്കാഡോ വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്നത്. കുഞ്ഞിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഭയങ്കര ടേസ്റ്റി ആയിട്ട്. അവളത് മൊത്തം കുടിച്ചു കേട്ടോ. കുറേ ടൈം എടുത്താണെങ്കിലും കുഞ്ഞൂസ് അത് മൊത്തം കുടിച്ചു. അപ്പം നിങ്ങളും അവക്കാഡോ വാങ്ങിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ അവക്കാഡോയുടെ ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ജ്യൂസ് അടിച്ചാൽ നല്ല ഹെൽത്തി ആയിരിക്കും, ബദാമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, ശരി എങ്കിൽ ബൈ.